ഹോം ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് തുണി വ്യവസായത്തിലെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ. എങ്ങനെയാണ് തുണി വ്യവസായം വന്നതെന്ന് ആണ്. ഒന്നാമത്തേതായിട്ട് ഫ്ലൈയിങ് ഷട്ടിൽ. 1733 ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചു. ഇതുപയോഗിച്ച് തുണി നെയ്തതിന് വേഗത കൂട്ടാൻ സാധിച്ചു. 2 ആളുടെ ജോലി ഒരു നെയ്ത്തുകാരന് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ തുണി നൂൽപ്പ് പ്രക്രിയ മന്ദഗതിയിലായിരുന്നതിനാൽ ആവശ്യത്തിന് നൂല് ലഭ്യമായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സ്പിന്നിംഗ് ജെന്നി 1765 ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിംഗ് ജെന്നി എന്നറിയപ്പെടുന്ന ഒരു നൂൽപ്പ് യന്ത്രം കണ്ടുപിടിച്ചു. ഒരേ സമയം അനേകം നൂലിഴകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ യന്ത്രത്തിന് കഴിയുമായിരുന്നു. എന്നാൽ നൂലുകൾ വേണ്ടത്ര ഈടും ബലവും ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി വണ്ടർ ഫ്രെയിം 1769 റിച്ചാർഡ് ആർക്ക് റൈറ്റ് വണ്ടർ ഫ്രെയിം എന്ന പുതിയൊരു നൂൽപ്പ് യന്ത്രം കണ്ടുപിടിച്ചു. ഈടുള്ള നൂലുകൾ നിർമ്മിക്കാൻ ഈ യന്ത്രത്തിന് സാധിച്ചു. ഇതോടെ നൂൽപ്പുകാരുടെ ഉൽപ്പാദനശേഷി 7 ഇരട്ടിയായി വർദ്ധിച്ചു. മ്യൂൾ 1779 സാമുവൽ ക്രോംപ്ടൺ മ്യൂൾ എന്നൊരു യന്ത്രം കണ്ടുപിടിച്ചു. ഇതുകൊണ്ട് ഒരു നൂൽപ്പുകാരന് ഒരേ സമയം 250 നൂലിഴകൾ നൂറ്റെടുക്കാൻ കഴിയുമായിരുന്നു. പവർ ലൂപ്പ് 1787 എഡ്മണ്ട് കാർട്ട്റൈറ്റ് പവർ ലൂപ്പ് കണ്ടുപിടിച്ചു. യാന്ത്രികോർജം കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഈ നെയ്ത്തുയന്ത്രം നെയ്ത്തിന്റെ വേഗതയെ അങ്ങേയറ്റം വർദ്ധിപ്പിച്ചു. അത് പ്രവർത്തിപ്പിക്കാൻ എളുപ്പമായിരുന്നു. നൂല് പൊട്ടിയാൽ അത് തന്നെ നിൽക്കും. മാത്രമല്ല ഏതു വസ്തു വേണമെങ്കിലും ഇതിൽ നെയ്യാമായിരുന്നു. 1830കൾ മുതൽ തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായാണ് പരുത്തി വ്യവസായം പ്രാധാന്യം നൽകിയത്, അല്ലാതെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കല്ല. താങ്ക് യു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.